5, 4, 3, 2, 1, 0, +1, 2. ഇതാദ്യമായാണ് ISRO ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. ഒരു വിക്ഷേപണ വാഹനം തന്നെ വ്യത്യസ്ത ഉപഗ്രഹങ്ങളെ വ്യത്യസ്ത ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു പരീക്ഷണം. ആദ്യഘട്ടത്തിൽ വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന PSLV ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചതിന് ശേഷം എഞ്ചിൻ ഓഫാക്കി 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും എഞ്ചിൻ ഓണാക്കി മറ്റു ഉപഗ്രഹങ്ങളെ വേറൊരു ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു വെല്ലുവിളി. ആദ്യഘട്ടത്തിൽ 17.5 മിനിറ്റിനുള്ളിൽ തന്നെ PSLV സ്കാറ്റ്സാറ്റ് 1 ഭ്രമണപഥത്തിൽ എത്തിച്ചു. പിന്നീട് ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം അൾജീരിയയുടെ 3 ഉപഗ്രഹങ്ങളും അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹങ്ങളും ബോംബെ IITയുടെ പ്രതവും ബാംഗ്ലൂരിലെ സ്വകാര്യ സർവകലാശാലയുടെ പ്രസവവും വിക്ഷേപിച്ചു. ഇത് ISROയ്ക്കും ഇന്ത്യയ്ക്കും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വൻ മതിപ്പാണ് ഉളവാക്കിയത്. 2 ഘട്ട വിക്ഷേപണവും വിജയകരമായതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ISROയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.